ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു കൺസോളിഡേറ്റീവ് മൂവ് തന്നെയാണ് മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത്. ഒരു സൈഡ് വേയിലായിരുന്നു മാർക്കറ്റ് മുഴുവനായിട്ടും നിന്നത്. നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 56 പോയിൻറ്റ്സിൻ്റെ ഡൗണോടുകൂടി 16,238ലും, സെൻസെക്സിൽ ഏകദേശം 215 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി 54,277ലും, ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 25 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 35,809 ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ IT, ഓട്ടോ, പ്രൈവറ്റ് ബാങ്ക് സെക്ടർ, ഈ ഒരു സെക്ടറുകളിലായിരുന്നു ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു മൂവുകൾ കാണാനായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മീഡിയ, ഫാർമ സെക്ടറുകളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ ചെറിയൊരു കുറവ് വന്നിരിക്കുകയാണ്. 23 സ്റ്റോക്കുകളാണ് അഡ്വാൻസസിൽ നിന്നത്. ബാക്കി 27 സ്റ്റോക്കുകളും ഡിക്ലൈനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഏകദേശം 0.14% ലോസും, സ്മോൾ ക്യാപ്പിൽ 0.3% ലോസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു പിക്ചറായിട്ട് നിൽക്കുന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റിൽ മൊത്തത്തിലൊരു സൈഡ് വേ റാലിയായിരുന്നു, റേഞ്ച് ബൗണ്ടഡ് റാലിയായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഇതിന് മുമ്പ് ഫോം ചെയ്ത ഒരു ഡോജി പാറ്റേൺ, ഒരു ഹയർ റേഞ്ചിൽ ഫോം ചെയ്ത ഒരു ഡോജിയുടെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ആയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ബ്രേക്കൗട്ടുകൾ നടന്ന് ഒരു താഴേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ കൺസോളിഡേഷനായിട്ട് ട്രൈ ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയൊരു ബ്രേക്കൗട്ടുകൾ ഏകദേശം 16,344 മുകളിലേക്ക് ഈ ഒരു മാർക്കറ്റ് ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ വീണ്ടും അടുത്ത റാലിക്കായിട്ട് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് ശ്രമിക്കാം. അതല്ല 16,200 താഴേക്ക് ചെറിയ ബ്രേക്കൗട്ടുകൾ വരികയാണെങ്കിൽ ചെറിയ രീതിയിലൊരു കറക്ഷൻ 16,000 എന്നുള്ളൊരു സപ്പോർട്ട് സോൺ വരെ ഉള്ള റാലികൾ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുള്ളിഷ് മോഡ് തന്നെയാണ് നിലനിൽക്കുന്നത്. ഒരു റിവേഴ്സലിനുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് ഇനിയും ഇല്ല. ഒരു കൺസോളിഡേഷൻ മൂഡാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും റാലികൾ തുടരുന്ന പോലെ നമുക്ക് പ്രതീക്ഷിക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വീക്ക്ലി ചാർട്ടിലും നമുക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു റാലികൾ തുടർന്നാൽ നമുക്ക് 16,500 എന്നുള്ളൊരു റേഞ്ച് ആയിരിക്കും അടുത്തൊരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കുക. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നോക്കിക്കഴിഞ്ഞാൽ RBIൻ്റെ ഭാഗത്തു നിന്ന് മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ ഔട്ട്കം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഒക്കെ അതേ റേഞ്ചിൽ തന്നെ നിലനിർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ അക്കോമഡേറ്റീവ് സ്റ്റാൻസ് ഒക്കെ, അതായത് ഇനിയും ആവശ്യമെങ്കിൽ പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ പുതിയ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റാൻഡ് എടുത്തുകൊണ്ടാണ് അവർ ഔട്ട്കം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു സൈഡ് വേ റാലി ആയിരുന്നു വെള്ളിയാഴ്ച കാണാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു പ്രീവിയസ് ബുള്ളിഷ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു റേഞ്ചിൽ ഒരു കൺസോളിഡേഷൻ പോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം റാലികൾ തുടരണം എന്നുണ്ടെങ്കിൽ 36,188 ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ അതിനൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, 36,200 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ വീണ്ടും ഒരു റാലികൾ പ്രതീക്ഷിക്കാം. വീക്ക്ലി ചാർട്ടിലും ബുള്ളിഷായിട്ട് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നിലനിൽക്കുന്നത്. അതല്ല, ഇനിയൊരു റിവേഴ്സൽ കൺഫർമേഷൻ ആകണമെങ്കിൽ നമുക്ക് 35,300 താഴേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുള്ളൂ. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് ഇതുവരെയുള്ള ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നാസ്ഡാക്ക് 59 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആയിരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവ് ആണ് എങ്കിലും ഒരു സൈഡ് വേ, ഒരു ചെറിയ രീതിയിലൊരു പോസിറ്റീവ് എന്നേ പറയാനുള്ളൂ, സൈഡ് വേയിലേക്കാണ്, ഫ്ലാറ്റായിട്ടാണ് നിലനിൽക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലും മിക്സഡ് ട്രെൻഡാണ് കാണുന്നത്. SGX നിഫ്റ്റി 17 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് ആയിരിക്കുന്നത്. ഇനി ഗോൾഡിൻ്റെ പ്രൈസിൽ ചെറിയൊരു ഡിക്ലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിലും വലിയൊരു മൂവ്, ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു എൻഡിങ് ആണ് കാണാനുള്ളത്. വലിയ മൂവുകളൊന്നും കാണാനായിട്ടില്ല. 74.16 ട്രേഡ് ആയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു മൂവുകൾ ഇല്ല. 69 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ 2,616 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർ നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ മാസം ജൂലൈയിൽ നോക്കിക്കഴിഞ്ഞാൽ 23,193 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ജൂലൈയിൽ ഇതുവരെ പോസിറ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നു. നാളെ പ്രത്യേകിച്ചുള്ളൊരു മൂവുകൾക്കുള്ളൊരു അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു മൂവിനുള്ളൊരു ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻസ് ഒന്നും ഇതുവരെ കാണുന്നില്ല. എല്ലായിടത്തും ഫ്ലാറ്റായിട്ടാണ് രൂപ നോക്കിക്കഴിഞ്ഞാലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാലും ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാലും ഫ്ലാറ്റായിട്ടുള്ളൊരു ട്രേഡിങ്ങിനെയാണ് ഇതുവരെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും രാവിലെ SGX നിഫ്റ്റി നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തതായിട്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ പിരമൽ എൻ്റർപ്രൈസസ്, ടാറ്റ കെമിക്കൽ, ഈ ഒരു 2 സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഒരു ബുള്ളിഷ് മോഡിലാണ് ഈ ഒരു സ്റ്റോക്കുകൾ നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഏഷ്യർ മോട്ടോഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ട്രാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു ബുള്ളിഷ് മൂവുകൾ കൊടുത്ത് പ്രീവിയസ് ഹൈൻ്റെ അടുത്തേക്ക് ഈ ഒരു സ്റ്റോക്ക് റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബ്രേക്കൗട്ടുകൾ ഏകദേശം 2,769 അതിനൊക്കെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ
777 അതിനൊക്കെ മുകളിലേക്കൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ അടുത്ത റാലികൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനിയുള്ള എൻട്രികളൊക്കെ നമുക്കൊരു ബ്രേക്കൗട്ടുകൾക്കായിട്ട് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ ഇനിയും തുടരുക എന്ന രീതിയിലാണ് ഇപ്പോൾ കാണാനായിട്ടുള്ളത്. ഇനി അതുപോലെ ഭാരതി എയർടെലിൻ്റെ സ്റ്റോക്ക് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നല്ലൊരു ബുള്ളിഷ് മൂവുകൾ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് അനാലിസിസ് വെക്കുന്നത് നല്ലതാണ്. ഇനി അതുപോലെ തന്നെ അമരരാജ ബാറ്ററീസ് ഈ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാൾ ഒരു കറക്ഷൻ നല്ലൊരു കറക്ഷനൊക്കെ ശേഷം ഒരു കൺസോളിഡേഷൻ മൂഡിലായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് സോണിനെയൊക്കെ ടച്ച് ചെയ്ത് 694 ഒരു സപ്പോർട്ട് സോൺ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു റിവേഴ്സിനുള്ള സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നുണ്ട്. ചെറിയ അനക്കങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിന് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഒന്ന് വെക്കുക. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ ഒരു റിവേഴ്സിലൊരു കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ അമരരാജ ബാറ്ററീസിനെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാറ്റ പവറിനെയും നിങ്ങൾ ഈ ആഴ്ച ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നല്ലൊരു ബുള്ളിഷ് മൂവുകൾ കൊടുത്തതിന് ശേഷം ആ ഒരു സ്റ്റോക്ക് ആ ഒരു ഹൈ റേഞ്ചിൻ്റെ അടുത്ത് തന്നെ ഒരു കൺസോളിഡേഷൻ നടക്കുന്നുണ്ട്. ഡൗണിന് പോകുന്നുള്ള സാധ്യതകളൊന്നും ഇതുവരെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇനിയൊരു ബ്രേക്കൗട്ടുകൾ ഇനിയൊരു 136, 137 മുകളിലേക്കൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ടാറ്റ പവറിനെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കൺസിഡർ ചെയ്യുക. ഇനി ഐ ടി സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ലൊരു തിരിച്ചുവരവൊക്കെ കാണാനുണ്ടായിരുന്നു ഐ ടി സിനെ സംബന്ധിച്ചിടത്തോളം. എന്നിരുന്നാലും പ്രീവിയസ് ഹൈൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ കൊടുത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു റിവേഴ്സിനുള്ള സാധ്യതകളാണ് കാണാനുള്ളത്. കൺഫർമേഷൻ ആയിട്ടില്ല. 212 താഴേക്ക് പോവുകയാണെങ്കിൽ 212 താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സിലൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. അതല്ല ഇനി എൻട്രികളൊക്കെ ഇനിയൊരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം ഐ ടി എസിനെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന കാര്യവും ശ്രദ്ധിക്കുക. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ റെയിൽ വികാസ് നിഗം ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം 3 പ്രൊജക്റ്റുകൾ മൊത്തം 29 കോടി വർത്ത് ചെയ്യുന്ന 3 പ്രൊജക്റ്റുകൾ നാഷണൽ ഹൈവേ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കമ്പനിയുടെ ഭാഗത്തു നിന്നും വിൻ ചെയ്തിരിക്കുന്നു. ഇനി ഐഡിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ വാർത്ത ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു ഡിസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു ടാക്സ് അമെൻമെൻറ്റ് ലോ ഒരു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ 2012 കൊണ്ടുവന്ന മുൻകാല പ്രാബല്യത്തോടുള്ളൊരു ടാക്സേഷൻ അപ്പോൾ അത് വിത്ഡ്രോ ചെയ്യാനുള്ളൊരു ടാക്സ് അമെൻമെൻറ്റ് ലോ ആണ് ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ആ ഒരു കാലയളവിൽ 2012 ആ ഒരു കാലയളവിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഹച്ചിസണിനെ വോഡാഫോൺ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് മുൻകാല പ്രാബല്യത്തോടുള്ള ഈ ഒരു ടാക്സേഷനൊക്കെ അവർക്ക് പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടാക്സ് വിത്ഡ്രോവൽ ടാക്സ് ലോയിനെ വിത്ഡ്രോ ചെയ്യുന്നത് ഐഡിയയ്ക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് ഉള്ളത്. അതുമാത്രമല്ല കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഒരു ചെറിയൊരു ബുള്ളിഷ് മൂവുകൾ വെള്ളിയാഴ്ച നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ ഒരു വാർത്ത ഇവർക്കൊരു ബുള്ളിഷ് റാലികൾക്കുള്ള ഒരു കാരണങ്ങളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 19% അപ്സൈഡായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല വേറൊരു വാർത്തയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് ഉള്ള കടങ്ങൾ പല ബാങ്കുകളിലായിട്ട് ഇവർക്കുള്ള കടങ്ങൾ ഏകദേശം 28,000 കോടിയോളമുള്ള കടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ വിവിധ ബാങ്ക് കമ്പനികളുമായിട്ട് ബാങ്ക് ഉടമകളുമായിട്ട് അല്ലെങ്കിൽ ബാങ്കിലെ സ്റ്റാഫുകളായിട്ടൊക്കെ സംസാരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ പ്രൊമോട്ടറിൻ്റെ കയ്യിലുള്ള ഷെയർസ് അതിനെ ഡെപ്റ്റിന് പകരമായിട്ട് ഇവരെടുത്തിരിക്കുന്ന കടത്തിന് പകരമായിട്ട് ഷെയർസ് സ്വാപ്പ് ചെയ്യാനായിട്ട് ഷെയർസ് കൈമാറാനായിട്ടുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫർമേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ന്യൂസുകൾ കൺഫേം ആയി കഴിഞ്ഞാൽ ഇവരുടെ പ്രൊമോട്ടറിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റേക്കുകൾ കൂടുതൽ ഡൈലോട്ട് ആവാനുള്ള സാധ്യതകൾ നമ്മൾ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇങ്ങനത്തെ ഒരു ഇവരുടെ ഒരു റീസ്ട്രക്ചറിങ് പ്ലാൻ അല്ലെങ്കിൽ തിരിച്ചുകൊണ്ടുവരാനുള്ളൊരു പ്ലാനൊക്കെ ഇനി നമുക്ക് എങ്ങനെ വർക്കൗട്ട് ആകുമെന്ന് നോക്കാം. എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു വാർത്തകളൊക്കെ വന്നത് ഐഡിയയ്ക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരാശ്വാസം കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ. ഇനി Q1 റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിവിസ് ലാബോറട്ടറീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് അവർക്ക് ഒരു 557 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 442 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു നിലനിന്നത്. ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും അവർക്കൊരു വർധനമുണ്ടായിട്ടുണ്ട്. 1961 കോടി ടോട്ടൽ ഇൻകമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അത് 1730 കോടിയായിരുന്നു നിലനിന്നത്. ഇനി ഭാരത് ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പോൾ 24 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 54 കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റായിട്ട് നിന്നത്. ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും അവർക്ക് ചെറിയ രീതിയിലൊരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. 1649 കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 1676 കോടിയായിരുന്നു നിലനിന്നത്. ഇനി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 3897 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 122 കോടിയുടെ നെറ്റ് ലോസ് ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. 1226 കോടിയുടെ നെറ്റ് ലോസ് ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും അവർക്ക് നല്ലൊരു വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 20,643 കോടി ഇൻകമായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ 9,068 കോടിയായിരുന്നു ഇൻകമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്.
ഇനി രത്നാമണി മെറ്റൽസിലേക്ക് വരുമ്പോൾ 50 കോടി അവർക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നെറ്റ് പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിലും ഈ ജൂൺ ക്വാർട്ടറിലും 50 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 526 കോടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഹിന്ദുസ്ഥാൻ കോപ്പറിലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 54% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 46 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 29 കോടിയായിരുന്നു നിലനിന്നത്. ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ചെറിയൊരു ഡിക്ലൈനാണ് അവർക്ക് വന്നിരിക്കുന്നത്. 278 കോടിയുടെ ടോട്ടൽ ഇൻകമാണ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് 441 കോടിയായിരുന്നു ടോട്ടൽ ഇൻകമായിട്ട് നിലനിന്നത്. ഇനി അഫിൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ 57% വർധനവ് നെറ്റ് പ്രോഫിറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 30 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയറിൽ 69% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 152 കോടി റവന്യൂ ആയിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി IPOയുടെ സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് 4 IPOകളാണ് സബ്സ്ക്രിപ്ഷൻ വിൻഡോ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ എല്ലാ IPOകളും വളരെ നല്ലൊരു റെസ്പോൺസ് നേടിയെടുത്തുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. എക്സാരോ ടൈൽസ് നോക്കിക്കഴിഞ്ഞാൽ 11 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കുന്നു. കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ 98 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ദേവയാനി ഇൻ്റർനാഷണൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ അവർക്കാണ് വന്നിരിക്കുന്നത്. 116.7 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷൻ അവർക്ക് വന്നിരിക്കുന്നു. വിൻഡ്ലാസ് ബയോടെക്കിലേക്ക് വരുമ്പോൾ 23.68 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനും ഉണ്ടായിട്ടുണ്ട്. ഇനി നാളെ നുവോക്കോ വിസ്താസിൻ്റെ IPO ഓപ്പൺ ആവുകയാണ്. 560 മുതൽ 570 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 11-ാം തീയതി സബ്സ്ക്രിപ്ഷൻ വിൻഡോ ക്ലോസ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ കാർട്രേഡ് ടെക് ഇവരുടെ IPO നാളെ ഓപ്പൺ ആവുകയാണ്. 1585 മുതൽ 1618 രൂപയാണ് പ്രൈസ് ബാൻഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 11-ാം തീയതി തന്നെ ഇവരുടെ വിൻഡോയും ക്ലോസ് ആവുകയാണ്. ഇനി നാളെ റോളക്സ് റിങ്ങിൻ്റെ IPO ലിസ്റ്റ് ആവാൻ പോവുകയാണ്. അപ്പോൾ നല്ലൊരു റെസ്പോൺസ് മാർക്കറ്റിൽ നിന്ന് നേടിയെടുത്ത IPO ആയിരുന്നു. ഇപ്പോൾ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കിക്കഴിഞ്ഞാലും അവിടെയും 50% പ്രീമിയത്തിലാണ് റൺ ആവുന്നത്. ഏകദേശം 450 രൂപയുടെ പ്രീമിയത്തിൽ 900 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. അതായത് ഏകദേശം 1350 രൂപ ഒരു ലിസ്റ്റിങ്ങിനുള്ള സാധ്യതകൾ, ലിസ്റ്റിംഗ് പ്രൈസായിട്ട് 1350 രൂപ വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ നിലനിൽക്കുന്നു. എന്നിരുന്നാലും നല്ലൊരു ലിസ്റ്റിംഗ് ചെയ്യാനുള്ള സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു നാളെ ഈ ഒരു IPO ഓപ്പൺ ആവാൻ പോവുകയാണ്, ലിസ്റ്റ് ആവാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ലിസ്റ്റിംഗ് ചെയ്യാനൊക്കെ നിങ്ങളൊന്ന് എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിനാണ് മാത്രം ഉപയോഗിക്കുക. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരു ദിസ് ടോണി സൈനിങ് ഓഫ്.